السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരം നിറഞ്ഞ സഹൃദയരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനേകം നാടകരംഗങ്ങൾ അരങ്ങേറിയ സംഭവമാണ് ഗസ്വത്ത് ഉഹദ് അഥവാ ഉഹദ് യുദ്ധം. യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി മുന്നേറിയ ധീരനായ യുദ്ധ തലവനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവനുമായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ധീര രക്തസാക്ഷിത്വം മലബാറിന്റെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ഉഹദ് പറപ്പാടിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അവർ കുലതിടെ അതിമതമുറ്റിയ കുഫർ ഖുറൈശികളിൽ അധികതി ചിട്ടകളൊരുവതും ഒറ്റയും 20 പേരാ. അടലിലതിപ്പോ ഏറിയ ശിദ്ധൻ തുടയരിശപ്പോൾ ചെയ്തരി ഹംസ അവർ കൊലതിട്ടെ അതിമതമുറ്റിയ ബദർ ശുജാഓരാ. കുഫർ ഖുറൈശികളിൽ അധികതി ചിട്ടകളൊരുവതും ഒറ്റയും 20 പേരാ. സുഹൃദയരെ, ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യവും അബൂ സുഫിയാന്റെ കീഴിലുള്ള ശത്രുപക്ഷവും തമ്മിൽ കഠോരമായ സംഘടന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തകിടം, കത്തി, ചമ്പങ്ങൻ, ചക്രം, കൂത്തൊളി, ദണ്ട്, കമാൻ, പടാൾ തുടങ്ങിയ മാരകായുധങ്ങൾ ഇരുവശത്തും മുറ പോലെ ഉപയോഗിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അസുര സ്വഹാബികളായ ശത്രുക്കളോട് അതിതീവ്രമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള മനുഷ്യബോധ ശത്രുക്കൾക്കായി ഊട്ടിക്കടഞ്ഞെടുക്കപ്പെട്ട സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ വെട്ടേറ്റുകൊണ്ട് അതിശീഘ്രമായ വെട്ടേറ്റുകൊണ്ട് ശത്രുപക്ഷം അലറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിലൂടെ ശത്രുചേരിയിൽ നിന്നുള്ള 31 അതികായകന്മാരെ പരാജയത്തിന്റെ കൈപ്പുനീർ കുടിപ്പിച്ചും കൊടുകൊടുമയും ചോരക്കളിയിൽ കളിച്ചും മതിച്ചും കുതിച്ചും ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണം അടക്കി വാഴുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു സുബഹിൽ മറുപയിരിക്കിടയിൽ വിടമി നീക്കുവനുമകളിലാരാ. പെട്ടെന്ന് ശത്രുശേരിയിൽ നിന്നും ശൗര്യമുറ്റിയവനും യുദ്ധതന്ത്രം നല്ലവണ്ണം വശത്താക്കിയനുമായ ഉഹദിന്റെ രണാങ്കണത്തിൽ വെളിപ്പെടുകയാണ്. ഒരു പോരാളിക്ക് വേണ്ട എല്ലാ സർഗുണ സ്വഭാവവും ഒത്തിണങ്ങിയ ഉഹദൊട്ടാകെ കേൾക്കമുറക്കെ സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞ് ആക്രോശിക്കുന്ന രംഗം എത്ര സുന്ദരമായിട്ടാണ് മർഹൂം മോയിൻകുട്ടി വൈദ്യർ അവതരിപ്പിക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. പദവിയ ക്ഷണമിൽ ഒളിവതി ഹംസ ഉടവെളിപ്പെട്ട ഒളുതിയ വെണ്ണ ഒട്ടവയിലൊക്കെയും പേർ ശുഹദുറ്റ് കടവയിലബുലുൽഇസ്സയിലാറ്റ ഉദവനനൈതുൽ 60 പേർ ശിഅലൊരു റജലുണ്ടോ. പദവിയ ക്ഷണമിൽ ഒളിവതി ഹംസ ഉടവെളിപ്പെട്ട ഒളുതിയ വെണ്ണ. പറയുന്നു, യുദ്ധത്തിൽ എന്നെ നേരിടാൻ നിങ്ങൾ ഇന്ന് ആരാണുള്ളത്? നാടെങ്ങും പോർപ്പറ്റ പോർക്കടുവ അബ്ദുൽ ഉസ്സയുടെ ആറ്റക്കന് മകനായ എന്റെ പോർമിടുക്ക് നേരിട്ട് കണ്ടറിയാൻ ശേഷിയുള്ള ഒരു പുരുഷൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ കടന്നു വരട്ടെ. ഇതൊക്കെ അങ്ങ് കേൾക്കേണ്ട താമസം നാഥന്റെ സിംഹം വമ്പുറ്റ ഹംസ സിബാന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. അവിടുത്തെ തീക്കനൽ പോലത്തെ ചുവന്ന ഒറ്റക്കൽ കൊണ്ട് അവനെ രൂക്ഷമായി ഒന്ന് നോക്കി അത്ഭുതകരമായ അക്രമങ്ങൾക്കടുവിൽ അവരെ കീഴ്പ്പെടുത്തി നിലത്തിടുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന സിബാന്റെ മാറിടത്തിൽ നിന്ന് പടച്ചട്ട ഉരിഞ്ഞെടുക്കാനായി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കുനിഞ്ഞപ്പോൾ തരം എണ്ട് ചുരച്ചവൻ വീരുത്താനേ ജനങ്ങൾ പകുത്താനേ വംശീയമാടുത്താനേ സമയത്തിൽ പോലെ ഹംസ ഏറെന്തോരാ അടിമുടി തളർന്നോരാ ഉന്നവില നീറെന്തോരാ. തരം എണ്ട് ചുരച്ചവൻ വീരുത്താനേ ജനങ്ങൾ പകുത്താനേ വംശീയമാടുത്താനേ സമയത്തിൽ പോലെ ഹംസ ഏറെന്തോരാ അടിമുടി തളർന്നോരാ ഉന്നവില നീറെന്തോരാ.
വെട്ടേറ്റി വീണ് കിടക്കുന്ന സിബാന്റെ മാരണത്തിൽ നിന്ന് പടച്ചട്ട ഒരിഞ്ഞെടുക്കാനായി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കുനിയുന്നത് എറിയുന്നവരിൽ മികച്ചവനും ജുബൈറിന്റെ മകനുമായ വഹ്ശിയുടെ കണ്ണുകളിൽ പതിക്കുകയാണ്. അതെ, ഇത് തന്നെ തക്കം. തന്റെ യജമാനത്തിക്ക് നൽകിയ വാഗ്ദത്തം പാലിക്കാൻ ഇതിലും നല്ല വേറെ അവസരം വേറെ ഇല്ല. എല്ലാവരെയും പകന്നു മാറ്റി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുൻഭാഗത്തിലൂടെ ചെല്ലാൻ ധൈര്യമില്ലാത്ത വഹ്ശി അവിടുത്തെ പിൻഭാഗത്തിലൂടെ ഓടിച്ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് കണ്ടവർ പിമ്പില്ലാനെ മെരുമയിലേറിന്താനെ അവരുടെ പൂരം താനേ വളവേഗ കരമയിൽ തെളിന്താനെ അജബിൽ പോടുന്താനെ മുറിയിൽ വീഴുന്താനെ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തിയ വഹ്ശി തന്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരുന്ന ചാട്ടുളി പുറത്തെടുക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ തിരുശറഫാക്കപ്പെട്ട മേനിയെ ലക്ഷ്യം വെച്ച് വഹ്ശി എറിഞ്ഞ ആ ആയുധം ലക്ഷ്യം തെറ്റിയില്ല. അത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ തന്നെ തറയ്ക്കുകയാണ്. പടക്കളത്തിലെ സിംഹഗർജനമായ ഉഹുദിന്റെ രണാകണത്തെ കോരിത്തരിപ്പിച്ച ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു രക്തം കൊണ്ട് ചെഞ്ചായമണിന്റെ ഉഹുദിന്റെ മണ്ണിൽ വീഴുകയാണ്. യുദ്ധക്കളം വിറച്ചു, വേദന മൂർച്ഛിച്ചു. ഒടുവിൽ സബബാലും ഖലാലോകിൽ കുദിവായേ കുറിയുടെ വക്തായേ അതിലവർ ഷഹീദായേ അരുളുന്നൻ വിലാപക്കിറയോനെ സിദിലറും ശറഫായേ ഫദ്ലുടെ ദറജാലേ അവരുടെ ശറഫാലും ഫളലാലേ ഫഹ്ഫദ് ഉബൈദാരേ ഇരുതരം താരേ. അടർക്കളത്തിലെ സിംഹഗർജനം റസൂലുള്ളാഹി സൈഫും മിൻ സുയൂഫില്ലാഹ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ ആഗ്രഹം പോലെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ മഹാസ്ഥാനം കൈവരിച്ചതുമായ ശൂരരാം അലിയത്തെന്ന സിംഹം അവിടുത്തെ ദറജ ഇരു ലോകത്തും വർദ്ധിപ്പിക്കണേ നാഥാ. അവിടുത്തെ ശറഫാലെ ഫളലാലെ ഞങ്ങളെ എല്ലാവരെയും വേണ്ടി അരികത്ത് ഒരുമിപ്പിക്കണമെന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.